അകാലത്തിൽ നമ്മെ വിട്ടു പിരിഞ്ഞു പോയ അതുല്യ പ്രതിഭയാണ് കലാഭവൻ മണി. സോഷ്യൽ മീഡിയയിൽ ഇന്നും അദ്ദേഹത്തിന് ലഭിക്കുന്ന അംഗീകാരം പ്രേക്ഷകരിൽ അദ്ദേഹം ചെലുത്തിയ സ്വാധീനം എത്രത്തോളമെന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്നു. താരത്തിന്റെ മരണത്തിന് പിന്നാലെ ഒട്ടനവധി ആരോപണങ്ങൾ ഉയർന്നു വന്നു. പല നടന്മാർക്കെതിരെ അടക്കം ആരോപണങ്ങൾ ഉയർന്നു വന്നതോടെ അന്വേഷണം CBI ഏറ്റെടുത്തു. ഒടുവിൽ കരൾ സംബന്ധമായ അസുഖമാണ് കലാഭവൻ മണിയുടെ മരണകാരണമെന്ന നിഗമനത്തിൽ CBI കേസ് അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തു. മരണം മണിയെ തട്ടിയെടുത്തില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ തലമുറ ഏറ്റവും അധികം ആഘോഷിക്കുന്ന താരങ്ങളിൽ ഒരാൾ അദ്ദേഹമാകുമെന്ന് വലിയൊരു വിഭാഗം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഇപ്പോഴിതാ കലാഭവൻ മണിയുടെ പഴയ ഒരു അഭിമുഖത്തിന്റെ ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്. താൻ അഭിനയിച്ച ഏതാനും ചില കഥാപാത്രങ്ങളെ കുറിച്ച് കൈരളി TVയിൽ മുമ്പ് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബുദ്ധിക്ക് കുറച്ചു കുറവുള്ള ഏതാനും കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. മീനത്തി താലികെട്ട്, അച്ചമ്മക്കുട്ടിയുടെ അച്ചായൻ, കണ്ണെഴുതി പൊട്ടും തൊട്ട്, കരിമാടിക്കുട്ടൻ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം വേഷങ്ങൾ ഉദാഹരണങ്ങളാണ്. കരിമാടിക്കുട്ടൻ തീർത്തും അങ്ങനെയാണെന്ന് പറയാനാകില്ല. അത് നല്ല ആരോഗ്യമുള്ള കഥാപാത്രമായിരുന്നു. കലാഭവൻ മണി പറയുന്നു. മീനത്തി താലികെട്ടിലെ കഥാപാത്രം ഭയങ്കര രസമാണ്. അച്ഛനായ ജനാർദ്ദനൻ ചേട്ടനോട് പറയുന്ന ഡയലോഗൊക്കെ ഹിറ്റാണ്. അച്ചമ്മക്കുട്ടിയുടെ അച്ചായനിലും അതുപോലെ തന്നെ. പപ്പുവേട്ടന് ഞാനൊരു സിഗരറ്റിൽ പടക്കം വെച്ചു കൊടുക്കുന്നു. അത് വലിച്ചിട്ട് പപ്പുവേട്ടൻ വരുന്ന വരവുണ്ട്. അത് ഏറെ രസകരമായ ഒരു സീനായിരുന്നു. അതേ ചിത്രത്തിൽ തന്നെ മറ്റൊരു സീനുണ്ട്. മോർച്ചറിയിൽ നിന്നും ഒരു മൃതദേഹം ദഹിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ്. മോർച്ചറിയിൽ നിന്നും ആള് മാറി മൃതദേഹത്തിന് പകരം ഞാൻ കയറി കിടക്കും. അടിയിൽ തീ ഇടുന്നത് കൊണ്ട് നീ കിടക്കേണ്ട എന്ന് രാജമ്പി ദേവ് ചേട്ടൻ പറയുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല, തീ ഇട്ടോ എന്നും പറഞ്ഞ് ഞാൻ കിടന്നു. തീ വെക്കുമ്പോൾ എഴുന്നേറ്റ് ഓടുന്ന സീനുണ്ട്. മീനത്തി താലികെട്ടിലെ ആദ്യ സീൻ തന്നെ ആസ്വദിച്ച് ചെയ്തത്. ഭക്ഷണം കഴിക്കാനായി വീട് മൊത്തം തപ്പുകയാണ്. അവസാനം തലയുടെ മുകളിലൂടെ അരിപ്പൊടിയും പാട്ടയും തുടങ്ങിയ എല്ലാ സാധനങ്ങളും കൂടി വീണ് പ്രത്യേക തരത്തിൽ ചിരിച്ചു നിൽക്കുന്ന ഒരു രംഗമാണ് അതെന്നും കലാഭവൻ മണി പറയുന്നു. കണ്ണെഴുതി പൊട്ടും തൊട്ടിലെ എന്റെ കഥാപാത്രത്തിന്റെ ഒരു കൈ തളർന്നതാണ്. ഒരു പാട്ട് രംഗത്തിൽ മണിയമ്പിള്ള രാജുചേട്ടനൊക്കെ വന്ന് എന്നെ അടിക്കുന്ന സീനാണ്. ശരിക്കും ചങ്ക് പൊട്ടി അഭിനയിച്ച രംഗമായിരുന്നു അത്. ആ സീൻ കണ്ടപ്പോൾ മണിച്ചേട്ട ഭയങ്കര വിഷമം തോന്നി. മണിച്ചേട്ടന്റെ അഭിനയം കണ്ടു നിൽക്കാൻ വലിയ പ്രയാസമായിരുന്നു എന്ന് മഞ്ജു വാര്യർ പറഞ്ഞു. ശരിക്കും അന്നു മുതൽക്കാണ് കുറച്ച് സീരിയസ് ആയിട്ടുള്ള വേഷങ്ങളൊക്കെ എന്നെ തേടിയെത്താൻ തുടങ്ങിയത്. ആ കഥാപാത്രമൊക്കെ ശരിക്കും മനസ്സിൽ തട്ടിയാണ് അഭിനയിച്ചതെന്നും ആരാധകരുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ കൂട്ടിച്ചേർക്കുന്നു. കലാഭവൻ മണി തങ്ങൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് യൂട്യൂബിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ആരാധകർ വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നും ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കലാകാരനാണ് കലാഭവൻ മണി.